ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ വന്ന് അടിക്കുന്നത്. അപ്പം അടിച്ചത് ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് സാറിനോട് ചോദിച്ചു, എന്തിനാ സാറേ അടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ സാർ ചൂടായിട്ട് അടിച്ചത് നീ എന്ത് ചെയ്യുന്നു പറഞ്ഞ് എൻ്റെ പിന്നെ അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇനി ദേഹത്തോട്ടാ ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ എൻ്റെ കോർണറിൽ പിടിച്ച് തറയിലോട്ട് തള്ളി കിട്ടും. ഷൈജു സാർ എൻ്റെ അടുത്ത്, നീ നല്ല സാറുമാരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നിൻ്റെ ചെകിടടിച്ച് പൊളിക്കുകയാണ് വേണ്ടത്, നിന്നെപ്പോലുള്ളവന്മാരെ ഭൂമിക്ക് മേൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തായിരുന്നു. ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം CCTVയിൽ കിട്ടേണ്ടതാണ്. പക്ഷേ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ, ആ CCTV തലേ ദിവസത്തെ ഇടിമിന്നലിൽ കേടായെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. ഈ അടിക്കുക എന്നുള്ളത് തൊഴിലാക്കിയിരിക്കുന്ന കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ സങ്കടമുണ്ട്. ക്രിമിനൽ മൈൻഡുള്ള ടീച്ചേഴ്സ് അവിടെയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത്, നേരത്തെ ഒരു പെൺകുട്ടിയെ അപമര്യാദയെ പെരുമാറിയ കേസിൽ അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടാകുകയും ആ പരാതി അവരെ മൂടിവെച്ച് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ചാർജ് എടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹം സർവീസിൽ വന്നതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മർദ്ദിച്ചു എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു അധ്യാപകനും ഒരു കുട്ടിയെ മർദ്ദിക്കാറില്ല. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറിൻ്റെ കൊങ്ങായിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നിന്നും ഒരു വാർത്ത പുറത്ത് വന്നിരുന്നു. അതായത് പട്ടം സെൻറ്റ് മേരീസ് വിദ്യാലയത്തിൽ 14 വയസ്സുകാരന് അധ്യാപകനിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ 14 വയസ്സുകാരനായ കെവിൻ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. കെവിൻ തന്നെ ഇപ്പോൾ പറയും എന്താണ് അന്ന് സംഭവിച്ചത് എന്ന്. കെവിന് എപ്പോഴായിരുന്നു ഈ സംഭവം, എപ്പോഴാണ് ഉണ്ടായത്? ഈ സംഭവം ഉണ്ടാകുന്നത് 22-ാം തീയതി, ജനുവരി 22-ാം തീയതി ലഞ്ച് ബ്രേക്ക് സമയത്താണ്. അപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുള്ള ബ്ലോക്കിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനെയും വിളിച്ച് ഞാൻ ക്ലാസ്സിലോട്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്ന് UP സെക്ഷനിൽ പഠിപ്പിക്കുന്ന മദനൻ എന്ന് പറഞ്ഞ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ വന്ന് അടിക്കുന്നത്. അപ്പം അടിച്ചത് ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് സാറിനോട് ചോദിച്ചു, എന്തിനാ സാറേ അടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ സാർ ചൂടായിട്ട് അടിച്ചത് നീ എന്ത് ചെയ്യുന്നു പറഞ്ഞ് എൻ്റെ പിന്നെ അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇനി തല്ലിയത് തുടയിലാണ്, ചൂരൽ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇനി ദേഹത്തോട്ടാ ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ എൻ്റെ കോർണറിൽ പിടിച്ച് തറയിലോട്ട് തള്ളി കിട്ടും. നടുവടിച്ചാണ് ഞാൻ വീണത്. ആ തറയിൽ കിടക്കുന്ന എന്നെ അവിടെ ഇട്ടടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പോൾ എന്നെ പിന്നെയും 2 പ്രാവശ്യം അടിച്ചു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇത് എന്തായാലും ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ സാർ എൻ്റെ കയ്യിൽ നിന്ന് ID കാർഡ് പിടിച്ച് വാങ്ങിച്ചു. എന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് കോർണറിൽ പിടിച്ച് വലിച്ചു. എന്നിട്ട് പ്രിൻസിപ്പളിനെ കാണാൻ ചെന്നപ്പോൾ പ്രിൻസിപ്പളില്ല. അപ്പോൾ HMനെ കയറി കണ്ടു. HMൻ്റെ അടുത്ത് ഈ മദനൻ സാർ പറഞ്ഞത്, ഞാൻ എല്ലാ പിള്ളേരെയും ഡയറക്റ്റ് ചെയ്ത് ക്ലാസ്സിലോട്ട് വിടുകയായിരുന്നു, അടിച്ചിട്ടൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. HM അത് വിശ്വസിക്കുകയും കാര്യം നിസ്സാരമാക്കി എൻ്റെ അടുത്ത് ക്ലാസ്സിൽ പോകാൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ ID കാർഡ് ചോദിച്ച് ഞാൻ 2 പ്രാവശ്യം സാറിനെ കാണാൻ ചെന്നിരുന്നെങ്കിലും സാറ് ID കാർഡ് തരാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞ് ആ ദിവസം തന്നെ ലാസ്റ്റ് പീരീഡ് ആയപ്പം ഷൈജു ജോസഫ് എന്ന് പറയുന്ന മലയാളം അധ്യാപകനാണ് ഹൈസ്കൂളിലെ, ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനല്ല. ആ സാറ് താഴോട്ട് ഒളിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അപ്പോൾ നോക്കിയപ്പോൾ മദനൻ സാറും ഷൈജു സാറും നിൽപ്പുണ്ട്. ഷൈജു സാർ എൻ്റെ അടുത്ത്, നീ നല്ല സാറുമാരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നിൻ്റെ ചെകിടടിച്ച് പൊളിക്കുകയാണ് വേണ്ടത്, നിന്നെപ്പോലുള്ളവന്മാരെ ഭൂമിക്ക് മേൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തായിരുന്നു. ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിൽ ഒച്ചയെടുത്ത് സംസാരിക്കുകയെല്ലാം ദേഷ്യപ്പെട്ടു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, ദീപു ടീച്ചർ അങ്ങോട്ട് വരികയും എൻ്റെ അടുത്ത് ക്ലാസ്സിൽ പോകാൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കാലിൽ നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോവുകയും അത് കഴിഞ്ഞ് നടുവേദന മാറാത്തതുകൊണ്ട് ആയുർവേദ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം CCTVയിൽ കിട്ടേണ്ടതാണ്. പക്ഷേ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ, ആ CCTV തലേ ദിവസത്തെ ഇടിമിന്നലിൽ കേടായെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. ക്ലാസ് അധ്യാപികയോട് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ടീച്ചർ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ക്ലാസ്സിലോട്ട് പോകാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ പ്രശ്നം വീട്ടിൽ വന്ന് HMനെ വിളിച്ചായിരുന്നെങ്കിലും HM നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതാണ് പറഞ്ഞത്. അന്ന് HMനെ കണ്ടില്ല. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, സാറ് മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പാളിനെ കണ്ടിരുന്നില്ലേ മോൻ? പ്രിൻസിപ്പളിനെ കണ്ടിരുന്നില്ല, HMനെയാണ് കണ്ടത്. പ്രിൻസിപ്പൾ എല്ലായിരുന്നുണ്ട്. എന്നാലും HM എൻ്റെ ഭാഗം, ആദ്യം സാറിൻ്റെ ഭാഗമാണ് കേട്ടത്. ഞാൻ ഉണ്ടായ കാര്യം വിശദീകരിച്ചെങ്കിലും ടീച്ചർ എൻ്റെ അടുത്ത് നിസ്സാരമാക്കിയിട്ട് എൻ്റെ അടുത്ത് ക്ലാസ്സിൽ പൊക്കോളാനാണ് പറഞ്ഞത്. ഈ അധ്യാപകൻ എങ്ങനെയാണ് കുട്ടികളോട് പൊതുവെ എങ്ങനെയാണ്? പൊതുവെ ഈ 2 സാറുമാരും എപ്പോഴും കമ്പ് കൊണ്ട് കിടക്കുകയും പിള്ളേരെ അടിക്കുകയും ചെയ്യുന്ന 2 സാറുമാരാണ്. 2 അധ്യാപകരും PT അധ്യാപകരാണ്. അല്ല, ഈ അടിച്ച മദനൻ എന്ന് പറയുന്ന സാറ് UPയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറാണ്. ഈ ഭീഷണിപ്പെടുത്തിയ ഷൈജു എന്ന് പറയുന്ന സാറ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനാണ്. മർദ്ദനത്തിന് ശേഷം ഇപ്പോൾ പരാതികളൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതിന് ശേഷം മോൻ സ്കൂളിൽ പോയിരുന്നോ?
അത് കഴിഞ്ഞ് 1-2 ആഴ്ച ഈ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് പോകാൻ പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം പോയിരുന്നെങ്കിലും അത്ര നല്ല അനുഭവങ്ങളല്ല അവിടെ നിന്നുണ്ടായത്. കാരണം ഈ കൂട്ടുകാരൊന്നും വളരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പെരുമാറുന്നത്. കാരണം അവരുടെ പാരൻസിനെ വിളിച്ച് ഈ സാറുമാർ ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. കെവിൻ്റെ അച്ഛനായ ഡോക്ടർ ബിനോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അന്ന് മകൻ എന്താണ് വൈകുന്നേരം വന്ന് എന്താണ് പറഞ്ഞത്? മകന് അന്ന് ഈ അടി കിട്ടിയ ദിവസം വളരെ ദയനീയമായിട്ട് അന്നാണ് അവനെ ഞാൻ കരഞ്ഞു കാണുന്നത്. ആ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ 1-2 ഫീച്ചേഴ്സ് പറഞ്ഞോട്ടെ. 5ാം ക്ലാസ് തൊട്ട് മോനെ അവിടെ പഠിക്കുകയാണ്. വളരെ നല്ല ടീച്ചേഴ്സും വളരെ നല്ല പെരുമാറ്റവും ആണ് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. മോൻ നന്നായിട്ട് പഠിക്കുന്നു, ക്ലാസ്സിലെ ടോപ്പാണ്, ടീച്ചേഴ്സിൻ്റെ ഒക്കെ പെറ്റാണ്. അത് ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിരുന്നു. അവന് നല്ല കൂട്ടുകാരുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ് ഈ വർഷവും. അവൻ ക്ലാസ് ലീഡറായിരുന്നു. സംഗതികളൊക്കെ നന്നായിട്ട് നല്ല അനുഭവങ്ങൾ മാത്രമാണ്. പക്ഷേ ആ സ്കൂളിലെ 2 കാര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴായിട്ട് അധികാരികളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ഒന്ന്, അവിടുത്തെ പണപ്പിരിവാണ്. ആക്ച്വലി 25 രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ്. അവർ എല്ലാ വർഷവും എല്ലാ കുട്ടികളുടെ അടുത്തു നിന്ന്, അതായത് SC/ST കുട്ടികളുടെ അടുത്തു നിന്ന് പോലും നിർബന്ധപൂർവം സ്കൂൾ ഫീസ് എന്ന് പറഞ്ഞ് പിരിക്കുന്നത് 1400-ഉം 1300-ഉം രൂപ വീതമാണ്. ഇത് ചെറിയൊരു എമൗണ്ടാണ്. ഞാനിത് വലിയ എമൗണ്ട് എന്ന് പറയല്ല. ഇത് ഞാനും 5ാം ക്ലാസ് തൊട്ട് കൊടുത്തു വരികയാണ്. പക്ഷേ ഇത് അക്കൗണ്ട് പേ ആയിട്ട് വാങ്ങാനോ ഇതിന് രസീത് തരാനോ ഇവർ തയ്യാറില്ല. അപ്പോൾ ഇതെന്തിനാണെന്നും പറയാറില്ല. അപ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞു, രസീത് തരുന്നില്ലെങ്കിൽ ഞാൻ ഫീസ് തരില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായി. ഇത് പിന്നീട് വന്ന PTA മീറ്റിങ്ങിൽ എൻ്റെ ഭാര്യ അറ്റൻഡ് ചെയ്തപ്പോൾ പ്രിൻസിപ്പലിനെ നേരിട്ട് കണ്ട് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ടോപ്പിലുണ്ട്. ഇതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ഒരു പ്രധാന ഫീച്ചറാണ് കുട്ടികളെ അടിക്കുക എന്നുള്ളത്. എല്ലാ ടീച്ചേഴ്സും അത് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അടിക്കുക എന്നുള്ളത് തൊഴിലാക്കിയിരിക്കുന്ന കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ തന്നെ സങ്കടമുണ്ട്. ക്രിമിനൽ മൈൻഡുള്ള ടീച്ചേഴ്സ് അവിടെയുണ്ട്. അവർ വല്ലാതെ കുട്ടികളെ തല്ലുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്കൊക്കെയും ഭയമാണിത് പറയാൻ. പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അടി കിട്ടുമെന്നുള്ളത് ഉറപ്പ്. അപ്പോൾ ഇതും പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അടിയൊക്കെ കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. 1-2 അടി കിട്ടിയാലും കുട്ടികൾ നന്നാവാനല്ലേ, ടീച്ചേഴ്സല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിരുന്നു ഞങ്ങൾ. പക്ഷേ ഈ ഫീസിൻ്റെ കാര്യം ഉയർത്തിക്കൊണ്ടാവാം ഈ കഴിഞ്ഞ ഒക്ടോബർ 30 തൊട്ട് കുഞ്ഞിനെ കെവിനെ ടാർഗറ്റ് ചെയ്ത് ഇവർ ദ്രോഹിക്കാൻ തുടങ്ങി. അത് ക്ലാസ്സിൽ ലെയ്സ് കൊണ്ടുവന്നു. ആരോ കുട്ടി കൊണ്ടുവന്ന ലെയ്സ് കെവിൻ്റെ കയ്യിലും വെച്ച് കൊടുത്തു. അത് കെവിൻ കഴിച്ചില്ല. അങ്ങനെ തുടങ്ങിയുള്ള ചെറിയ കാര്യങ്ങളുടെ പേരിൽ അടി കൊടുക്കുക. മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന ടീച്ചറാണ് അടി കൊടുത്തത്. അതറിഞ്ഞ് ക്ലാസ് ടീച്ചർ വന്ന് വീണ്ടും അടിക്കുക. അത് കഴിഞ്ഞ് ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തുക. കെവിൻ ക്ലാസ് ഇല്ലാത്തപ്പോൾ അവനെക്കുറിച്ച് മോശം പറയുക, കെവിനെ ടാർഗറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കെവിൻ പ്രതികരിച്ചു, ഇനി ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തരുത് എന്ന് പ്രിൻസിപ്പളിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രിൻസിപ്പളും കണ്ടിന്യൂസ്ലി കളിയാക്കുകയും വീണ്ടും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ കെവിൻ പറഞ്ഞു, ബാലാവകാശ കമ്മീഷനും പോലീസും ഒക്കെ ഉണ്ടെന്ന് ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ പോലും ഉണ്ട്, എനിക്ക് പരാതിപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞതിനെ വലിയ ധിക്കാരമായിട്ടാണ് പ്രിൻസിപ്പൾ കണ്ടത്. നീ ഭയങ്കര വിവരമുള്ളവനാണല്ലോടാ, നിന്നെ പേടിച്ചു വേണമല്ലോ ജീവിക്കാൻ എന്നൊക്കെ ഉള്ള കുത്തുവാക്കുകൾ. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയും ഈ ക്ലാസ് ടീച്ചേഴ്സ് ഈ ബാലാവകാശ കമ്മീഷനും ശിക്ഷാവകാശ കമ്മീഷനും ഒന്നും എന്നെ ദ്രോഹിച്ചേക്കല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കുത്തുവാക്കുകൾ, കെവിൻ ക്ലാസ് ഇല്ലാത്തപ്പോൾ അവനെക്കുറിച്ചുള്ള മോശം വർത്തമാനങ്ങൾ ബാക്കി കുട്ടികളുടെ അടുത്ത് ഒക്കെയാണ് ഇവർ ചെയ്തു പോരുന്നത്. ഇതെല്ലാം ഞങ്ങൾ കെവിനെ ആശ്വസിപ്പിക്കുക ചെയ്തത്. കെവിൻ നന്നായിട്ട് പഠിച്ചാൽ മതി, നീ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ ടീച്ചേഴ്സല്ലേ, അവർക്ക് സ്നേഹമുള്ളവരല്ലേ, അത് ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞാൽ പോയി. പക്ഷേ 22-ാം തീയതിയിലെ സംഭവം ഇത് ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. ഒരടി കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നിലത്തിട്ട് ഒരു കുഞ്ഞിനെ തല്ലുക എന്ന് പറയുന്നത് ഒരച്ഛൻ നിലയ്ക്ക്, മാതാപിതാക്കൾ നിലയ്ക്ക് നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കും. ആരാണെങ്കിലും സങ്കടം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, ഇത് ഞങ്ങൾ ഹെഡ് മിസ്സസിനോട് പരാതിപ്പെട്ടു. ആ ദിവസം തന്നെ പ്രിൻസിപ്പളിനോട് പരാതിപ്പെടാൻ ചെന്നപ്പോൾ പ്രിൻസിപ്പൾ അവിടെ ഇല്ല. ഹെഡ് മിസ്സസിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ കെവിൻ തന്നെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ സ്ഥലത്തില്ല. ഹെഡ് മിസ്സസിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഹെഡ് മിസ്സസിന് സമയമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ഇതാണ് കിട്ടിയ ആൻസർ. അപ്പോൾ പിന്നെ ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങല്ലാതെ എന്താ വഴിയുള്ളത്? പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ PTA മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ TC വാങ്ങി ഈ കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോകും. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്താ കാര്യം? അവൻ ധിക്കാരിയാണ്. എന്ത് ധിക്കാരം? അവൻ അസഭ്യം പറഞ്ഞു, അപമര്യാദയായ ഒരു വാക്ക് പറഞ്ഞു, വേറെ എന്തെങ്കിലും ധിക്കാരം? അങ്ങനെയൊന്നുമില്ല. അത് പ്രിൻസിപ്പൾ അപ്പം തന്നെ പറയുന്നു. പക്ഷേ അവനെ നിങ്ങൾ കൊണ്ടുപോകുള്ളൂ. ഞാൻ പ്രിൻസിപ്പളായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ധിക്കാരിയെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല.
ഈ ഒരു അപ്രോച്ച് എടുക്കുന്ന പ്രിൻസിപ്പൾ അവനെ കണ്ടിന്യൂസ്ലി മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പളിനടുത്ത് വീണ്ടും പരാതി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ലോജിക്കലല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. പോലീസ് കൺസേൺഡ് ഓഫീസർ അവൻ്റെ അടിയുടെ പാട് നേരിട്ട് കണ്ടു, മെഡിക്കൽ റെക്കോർഡ്സ് കണ്ടു, ആയുർവേദ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ FIR ഇടാൻ ആവശ്യപ്പെട്ടു. 4 ടീച്ചേഴ്സിനെതിരെ പ്രിൻസിപ്പലിനെയും ഹെഡ് മിസ്ട്രസിനെയും വളരെ വിദഗ്ധമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 4 ടീച്ചേഴ്സിനെതിരെ നോൺ ബെയിലബിൾ സെക്ഷനിലാണ് FIR വന്നിരിക്കുന്നത്. നോൺ ബെയിലബിൾ സെക്ഷനിൽ ഒഫൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ഷൻസ് അനുസരിച്ച് ആ അധ്യാപകരെ ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡ് ചെയ്ത് നിർത്തി അന്വേഷിക്കണം. അങ്ങനെ ഒരു നടപടി പോയിട്ട് ഇവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല. ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന് പരാതി കൊടുത്തതുപോലെ മാനേജർ, ലോക്കൽ മാനേജർ, ഇവർക്കെല്ലാം ഇവരുടെ കോർപ്പറേറ്റ് മാനേജർ ഉൾപ്പെടെ എല്ലാവർക്കും, കർദിനാൾ ഉൾപ്പെടെ ഞങ്ങൾ പരാതി കൊടുത്തു. അപ്പോൾ അവർ നമുക്കൊരു കമ്മീഷൻ ഫോം ചെയ്ത് ഞങ്ങളെ അന്വേഷണത്തിന് വിളിച്ചു എന്നാണ് പറയുന്നത്. ആക്ച്വലി ഒരു വ്യക്തിയുടെ പേരിൽ ഞങ്ങൾക്കൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ലെറ്റർ തന്നു, ഇന്ന സമയത്ത് ഒരു കമ്മീഷൻ എൻക്വയറി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഏത് കമ്മീഷനാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അതിനുള്ള ഇൻഫർമേഷൻ അവർ നേരത്തെ അയച്ചിരുന്നു പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ ജെനുവിനായിട്ടുള്ള ഈ കാര്യം കാട്ടി ഞങ്ങൾ ഈ പറഞ്ഞ സമയത്ത്, ഈ കമ്മീഷൻ പറഞ്ഞ സമയത്ത് സ്കൂളിൽ ചെല്ലുകയും അവരുടെ മുന്നിൽ ഈ ലെറ്റർ കൊടുക്കുകയും ഏത് അന്വേഷണം സ്കൂൾ നടത്തിയാലും അതിനോട് പരിപൂർണ്ണമായിട്ട് സഹകരിച്ചോളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കാരണം അതാണല്ലോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് അത് കഴിഞ്ഞിട്ടൊരു പത്രക്കുറിപ്പ് ഇറക്കിയെന്ന് പറയുന്നു. ആക്ച്വലി ഈ സംഭവങ്ങളിൽ ഒരു മറുപടിയും കിട്ടാത്തതുകൊണ്ട് ബാലാവകാശ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. അവിടുന്ന് ഒരു മെമ്പർ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചുപോയി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ വന്ന സാക്ഷികളായിട്ടുള്ള കുട്ടികളടക്കം എല്ലാവരോടും സംസാരിക്കുകയും അദ്ദേഹം ഈ സംഭവത്തിൽ കൺവിൻസ്ഡ് ആകുകയും ചെയ്തതാണ്. എന്നിട്ടും മാനേജ്മെൻറ്റ് ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്ത മാധ്യമപ്രവർത്തകരോടും അല്ലാതെയുള്ള മുഖ്യധാര മാധ്യമപ്രവർത്തകരോടും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ മുഖ്യധാരയുള്ള പല മാധ്യമങ്ങളും ഈ ന്യൂസ് ക്യാരി ചെയ്യാൻ മടിക്കുകയാണ്. അതിന് പ്രധാന കാരണമായിട്ട് അവർ തന്നെ പറയുന്നത് ഈ സ്കൂളിൻ്റെ കോർപ്പറേറ്റ് മാനേജർ, അദ്ദേഹം ദീപിക എന്ന പത്രത്തിൻ്റെ നടത്തിപ്പുകാരനും കൂടെയാണ്. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ഈ വാർത്ത പൊതുജനമധ്യത്തിൽ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇവിടെ സാധാരണക്കാരനായ എന്നെപ്പോലെ ഒരാൾക്ക് ഒട്ടനവധി പരിമിതികൾ വരികയാണ്. ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരമില്ലാതെ നീണ്ടുപോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫോമലായിട്ടുള്ള എൻക്വയറി നടന്നു. അവരുടെ റിപ്പോർട്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നു. അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് പറയുന്നു. അതിനുള്ളിൽ മാനേജ്മെൻറ്റ് ആക്ഷൻ എടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ആ ആക്ഷൻസിനൊന്നും ഒക്കെ പകരം പരിഹാസമാകുന്ന രീതിയിൽ നുണകൾ കൊണ്ട് മാത്രം മെനഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്രസ് റിലീസ് കഴിഞ്ഞ ദിവസം മാനേജ്മെൻറ്റ് പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ പറയുകയാണ്, പ്രിൻസിപ്പൾ എൻ്റെ വീട്ടിൽ വന്ന് ഗേറ്റിന് മുന്നിൽ നിന്നു എന്ന് വരെ. അങ്ങനെയുള്ള ഒരു മര്യാദകേട് കാണിക്കുന്ന ഒരു കുടുംബമല്ല ഇതിനുള്ളിൽ താമസിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കണം. മാത്രമല്ല അദ്ദേഹം ഇവിടെ വന്നോ ഇല്ലയോ എന്ന് അറിയാനുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ടായതിലും ഞങ്ങൾക്ക് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും നല്ല സപ്പോർട്ടീവായിട്ടുള്ള തെളിവാവേണ്ടത് ആ സ്കൂളിലെ CCTV ക്യാമറകളാണ്. ആ സ്കൂളിൽ മുഴുവൻ കോണിലും ഒട്ടനവധി CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്തും CCTV ക്യാമറയുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പ്രിൻസിപ്പൾ പോലീസിനടക്കം കൊടുത്തിരിക്കുന്ന മൊഴി അത് തൊട്ട് തലേ ദിവസത്തെ ഇടിമിന്നലിൽ കേടായിപ്പോയി എന്നാണ്. ആ ഒരു ക്യാമറ മാത്രം. എന്നാൽ ഈ കുട്ടിയെ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്ന, ഇവനെ പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെയുള്ള ക്യാമറകൾ ഒക്കെ അവൈലബിൾ ആണ്. അതൊന്നും ഷെയർ ചെയ്യാൻ ഈ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുക്കാൻ പോലീസും തയ്യാറായിട്ടില്ല. ഇത് വിട്ടുകൊടുക്കാൻ മാനേജ്മെൻറ്റും തയ്യാറായിട്ടില്ല. ഇതിൻ്റെ വിഷ്വൽസ് പുറത്ത് കൊണ്ടുവരാനോ ഞങ്ങളെ കാണിക്കാനോ ഒന്നും മാനേജ്മെൻറ്റ് സ്കൂൾ അധികൃതർ തയ്യാറാവുന്നില്ല. അത് തയ്യാറായി കഴിഞ്ഞാൽ, ഈ വിഷ്വൽസ് പുറത്തായി കഴിഞ്ഞാൽ ഈ സംഗതിയുടെ സത്യാവസ്ഥ മനസ്സിലാവുമല്ലോ. ഒരു വാദത്തിനും പ്രതിവാദത്തിനും ഞങ്ങളില്ല. ആ CCTV വിഷ്വൽസ് പുറത്തുവിടാനാണ് ഞങ്ങളുടെ അഭ്യർത്ഥന, എക്കാലത്തെയും ഇപ്പോഴത്തെയും ഞങ്ങളുടെ അപേക്ഷയും. ഇപ്പോൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണോ? എന്താണ് അവസ്ഥ? പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴും അവർ അന്വേഷിക്കുകയാണെന്നാണ്. ഒരു പക്ഷേ അത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ FIR നോൺ ബെയിലബിൾ സെക്ഷൻ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള അടക്കമുള്ള സെക്ഷൻസ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യാനോ മേൽ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അതിനവർ കാരണമായിട്ട് പറയുന്ന അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, നടപടികൾ വരും എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ പോലീസും CCTV ക്യാമറകളുടെ കാര്യത്തിൽ പ്രിൻസിപ്പൽ പറഞ്ഞതിനെ വിശ്വസിച്ച് അതിൻ്റെ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുക്കാൻ തയ്യാറാവാതെ ഇരിക്കുകയാണ്.
ഇതാണ് ഒരു പ്രധാന സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. അധ്യാപകർ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നു? ഈ അടിച്ച അധ്യാപകൻ ഒരു ഡെയിലി വേജസ് അധ്യാപകനാണ്. അദ്ദേഹം ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് നേരത്തെ ഇവിടെ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് നേരത്തെ ഒരു പെൺകുട്ടിയെ അപമര്യാദയെ പെരുമാറിയ കേസിൽ അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടാവുകയും ആ പരാതി അവരെ മൂടിവെച്ച് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ചാർജ് എടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹം സർവീസിൽ വന്നതാണ്. അദ്ദേഹത്തെ പുറത്താക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങളെ പ്രസൻസിലാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്താക്കിയെന്നുള്ള ഒരു രേഖയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോഴും സ്കൂൾ അധികൃതർ പറയുന്നത് അവർ വരുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അധ്യാപകൻ വീണ്ടും സ്കൂളിൽ കണ്ടു എന്ന് ഞങ്ങളോട് പറഞ്ഞ ചില കുട്ടികളുമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. ബാക്കിയുള്ള ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചർ ഒരാഴ്ചത്തെ മറ്റോ ലീവ് എടുത്തിരുന്നു. ആ ലീവ് ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് അവർ തിരിച്ച് സർവീസിൽ വന്നിട്ടുണ്ട്. അല്ലാതെ സ്കൂള് ഒരു ടീച്ചേഴ്സിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ടീച്ചേഴ്സ് കെവിൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി തെറ്റിദ്ധാരണ പരത്തി അവരെ കെവിനെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷെ അവർ സത്യാവസ്ഥ മനസ്സിലായ അവരിൽ മഹാഭൂരിപക്ഷം മാതാപിതാക്കളും ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്, ഞങ്ങളുടെ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോണിലൂടെയും മെസ്സേജുകളിലൂടെയും സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഈ കെവിനെ ഇപ്പോൾ മറ്റേതെങ്കിലും വിദ്യാലയത്തിൽ ചേർത്തോ? എന്താണിപ്പോൾ? ഇല്ല, ചേർത്തിട്ടില്ല. ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നിർബന്ധവും അദ്ദേഹത്തിൻ്റെ ഉറപ്പും ഞങ്ങളുടെ നിർബന്ധവും കൊണ്ട് അവൻ കുറച്ച് ദിവസങ്ങൾ ക്ലാസ്സിൽ പോയി. പക്ഷേ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഈ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഈ വേറിട്ട പെരുമാറ്റവും, ആക്ച്വലി കൂട്ടുകാരനായിരുന്നു അവൻ്റെ ബലമെന്ന് പറയുന്നത്. അതിൻ്റെ സങ്കടം ഒരുപാടുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള ടീച്ചേഴ്സ് വന്ന് തുറച്ചു നോക്കുക, വളരെ കടുപ്പിച്ച രീതിയിൽ പെരുമാറുക എന്നൊക്കെയുള്ളത് കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് മാനസിക വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വേറൊരു ചൂരൽ പ്രയോഗത്തിൽ വിദഗ്ധനായിട്ടുള്ള ഒരു സാറ്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ടെന്ന് പറയുന്നു. ആ മനുഷ്യൻ ഇവരെ പഠിപ്പിക്കുന്നതല്ല, ആ മനുഷ്യൻ ഇവരുടെ ക്ലാസ്സിന് പുറത്തൂടെ നടക്കുകയും കെവിനെ തുറച്ചു നോക്കുകയും ചെയ്യുന്ന പല സംഭവങ്ങളുണ്ടായി എന്ന് കെവിൻ പറഞ്ഞു. അതിൻ്റെയൊക്കെ ഫലമായിരിക്കാം. ഞങ്ങൾക്കും പേടിയുണ്ട്. കാരണം ഇങ്ങനെ 12,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥലം, ആ 12,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് ഇവർ എന്തു തന്നെ ചെയ്യില്ല എന്നുള്ള സംശയം നമുക്കുണ്ട്, പേടിയുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാൻ ഞങ്ങൾക്ക് നിർബന്ധിക്കാനും ആവുന്നില്ല. അതാണ് സത്യം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ ഒരു വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പാളായ ഫാദർ നെൽസൺ വലിയ വീട്ടിൽ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മർദ്ദിച്ചു എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണല്ലോ. അങ്ങനെ ഒരു അധ്യാപകനും ഒരു കുട്ടിയെ മർദ്ദിക്കാറില്ല. നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ 22-ാം തീയതി, ജനുവരി മാസം 22-ാം തീയതി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് കയറി പോകാതിരുന്നപ്പോൾ സാറുമാർ അവിടെ നിന്നവർ കയറി പോകാൻ പറയുന്നു. ഈ സാറും അവിടെ നിന്ന് കുട്ടികളോട് എല്ലാവരും കയറി പോകാൻ പറഞ്ഞു. അപ്പോഴും ചില കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് വീശിയിട്ട് കയറി പോകാനായിട്ട് പറയുന്നു. ആ സമയത്ത് അവിടെ നിന്ന കുട്ടികൾക്ക് ഈ ഒരു അടി കിട്ടിയിട്ടുണ്ട്. സാറ് കൊടുത്ത ആ ഒരു അടി കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടിക്കും അങ്ങനെ ആ അടി കിട്ടാനിടയായി. പക്ഷെ അതേസമയം അധ്യാപകൻ നേരെ തിരിഞ്ഞ് പറഞ്ഞ കാര്യം, അതായത് എൻ്റെ ദേഹത്തൊട്ട് കളിക്കരുത്, എൻ്റെ ദേഹത്തൊട്ട് കളിച്ചാൽ നിങ്ങൾ വിവരം അറിയും എന്ന രീതിയിലാണ് സംഭാഷണമാണ് ഈ കുട്ടി കൊടുക്കുന്നത്. പക്ഷെ അത് കണ്ട് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ബുദ്ധിമുട്ട് തോന്നിയപ്പോഴാണ് കുട്ടിയെ വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് വരുന്നത്. ഓഫീസിൽ വന്ന് പ്രിൻസിപ്പൽ ഓഫീസിലില്ലാത്തതിനാൽ ഞാൻ ഓഫീസിലായിരുന്നു. HMനെ കണ്ട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആ സംഭവം അന്നത്തെ ദിവസം അത് തീരുന്നു. അതിനുശേഷം ആണ് മാതാപിതാക്കൾ ഈ സംഭവത്തെ വളരെ വലിയൊരു മർദ്ദനമായിട്ട് ചിത്രീകരിച്ച് ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിണക്കി ഒരു സംഭവമാക്കി മാറ്റുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ കുട്ടികൾ ടീച്ചർ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്ലാസ്സിൽ 4-5 കുട്ടികൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. ആ കഴിക്കുന്ന കണ്ടപ്പോൾ ടീച്ചർ അതിനെ വിലക്കുകയും അതിനെ ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതും ഈ കുട്ടി തെറ്റായി അതിനെ പ്രതികരിച്ചു. ആ പ്രതികരിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ടീച്ചറിനെ പേരൻ്റ് വിളിക്കണമെന്ന് പറഞ്ഞ് ടീച്ചറിൻ്റെ തലത്തിൽ അത് അവിടെ അവസാനിപ്പിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ.
ഈ പേരൻ്റ് അന്ന് വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ആ വിഷയം അവിടെ തീർന്നിരുന്നേനെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് സംസാരിക്കാൻ തയ്യാറായില്ല. അതിന് പകരം അവർ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് ഈ ടീച്ചറിനെതിരെ വലിയ ആരോപണങ്ങൾ പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ ക്ലാസ് ടീച്ചറിന് തിരിച്ചൊരു പറയാനൊരു അവസരം പോലും കൊടുക്കാതെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ ടീച്ചറിനെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ ഇത് ഒക്ടോബർ 2024 ഒക്ടോബർ 30 നടന്ന കാര്യമാണ്. അതിന് ശേഷം ഒക്ടോബർ 30 എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. ശേഷം നവംബർ 4-ന് 5-ന് കുട്ടി ക്ലാസ്സിൽ വരുമ്പോഴാണ് ടീച്ചർ വീണ്ടും ചോദിക്കുന്നു എന്തുകൊണ്ട് ഇതിൻ്റെ പേരൻ്റ് വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ കുട്ടി കൊടുക്കുന്ന മറുപടി അതെൻ്റെ കാര്യമല്ല, ഞാൻ പേരൻസിനെ അറിയിച്ചിട്ടുണ്ട്, അവർ വേണമെങ്കിൽ വിളിക്കും എന്നുള്ള രീതിയിലാണ് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഈ മറുപടി, ഈ ശൈലി കണ്ടപ്പോൾ ടീച്ചർ അവനെ വിളിക്കുന്നു. കുട്ടി വന്ന് പ്രിൻസിപ്പലിനെ കണ്ട് കാര്യം പറയുന്നു. അപ്പോൾ ഈ കുട്ടി കൊടുക്കുന്ന അടുത്ത പ്രതികരണം പ്രിൻസിപ്പൽ വേണമെങ്കിൽ എന്നെ വന്ന് കാണട്ടെ എന്നുള്ളതാണ്. കാരണം അവൻ പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ വന്ന് കാണട്ടെ എന്നുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. എന്നിട്ടും ടീച്ചർ നിർബന്ധിച്ച് അവനെ എൻ്റെ ഓഫീസിൽ കൊണ്ടുവരുന്നു. എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ സംഭവം നടന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. ആ കുട്ടി നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എന്നോട് പറയുന്നു. ഞാനതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഒപ്പം തന്നെ ഈ കുട്ടി പറയുന്നു എന്നെ ശിക്ഷിക്കാൻ അനുവാദമില്ല, ശിക്ഷിക്കാൻ ബാലാവകാശ നിയമമുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ ഈ നിയമങ്ങളെല്ലാം പറഞ്ഞു കേട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പറയുന്നു. ഞാനതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പോൾ ഈ ഹൈക്കോടതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കുട്ടിയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. തക്കതായ കാരണമുണ്ടെങ്കിൽ ഒരു ടീച്ചറിനും കുട്ടിയെ ശിക്ഷിക്കാം എന്ന് ഹൈക്കോടതി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതവന് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൂടെ നീ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അപ്പോഴാണ് ടീച്ചർ എന്നോട് പറയുന്നത് ഈ കുട്ടി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞു എന്ന്. അതായത് പ്രിൻസിപ്പൽ വേണമെങ്കിൽ എന്നെ വന്ന് കാണട്ടെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതായിട്ട് ടീച്ചർ പറയുന്നത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു നീ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്ന മറുപടിയാണ് എനിക്ക് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അത് ശരിയാണോ? അത് ശരിയാണ്, അത് തെറ്റില്ല എന്ന മറുപടിയാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ ശരിയാവും? അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്യാതെ എന്തിനാ പ്രിൻസിപ്പളിനെ കാണാം. അപ്പം ഞാൻ ആ കുട്ടിയോട് തിരിച്ചു പറഞ്ഞു ഓക്കെ നീ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് മനസ്സിലാക്കാം, ടീച്ചർ ആ തെറ്റ് ചെയ്യെങ്കിലും അത് നിനക്ക് പറയാനുള്ള വേദി ഇവിടെയാണ്. നീ വന്ന് പ്രിൻസിപ്പളിനെ കണ്ടാണ് ഈ കാര്യം പറയേണ്ടത്. അത് നീ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇങ്ങനെയുള്ള മറുപടി അല്ല കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള മറുപടി ഇനി പറഞ്ഞ് ശീലിക്കരുത് എന്ന് ഞാൻ കുട്ടിയെ താക്കീത് ചെയ്യുന്നുണ്ട്. ശരിയാണ്. പക്ഷെ അതൊന്നും കുട്ടി അംഗീകരിക്കുന്നില്ല. കുട്ടി വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു നിൻ്റെ പേരൻസ് എന്നെ വന്ന് കാണാൻ പറയണം. പക്ഷേ ഇന്നുവരെ ആ കാര്യത്തിന് വേണ്ടി ഈ പേരൻസ് എന്നെ വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടി തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹെഡ് മിസ്ട്രസ്സും ക്ലാസ് ടീച്ചറും ഇവിടെ ഉണ്ട്, മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറും ഉണ്ട്. ഹെഡ് മിസ്ട്രസ് അവനോട് പറഞ്ഞു നീ ഒരു പ്രിൻസിപ്പലിനോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഹെഡ് മിസ്ട്രസ് അന്ന് തന്നെ ഈ പേരൻസിനെ വിളിച്ച് സംസാരിക്കുന്നു. പേരൻസിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ വീണ്ടും കുട്ടിയുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹെഡ് മിസ്ട്രസ് അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, വന്ന് പ്രിൻസിപ്പലിനെ വന്ന് കണ്ട് കാര്യം പറ. ഉടനെ അവർ കൊടുക്കുന്ന മറുപടി ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് തിരക്കാണ്. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ന് സമയം കിട്ടും? അത് ഞങ്ങൾക്ക് അടുത്ത ആഴ്ച എങ്ങാണ്ട് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു വെച്ചതല്ലാതെ ഇന്നുവരെ ആ കാര്യത്തിന് വേണ്ടി ആ പേരൻസ് എന്നെ വന്ന് കാണുകയായിട്ട് സംസാരിക്കുക ചെയ്തിട്ടില്ല. സോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റ് തിരക്കുകളുടെ ഇടയിൽ ആ കാര്യം വിട്ടുപോയി. അതിനായിട്ട് പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയതുമില്ല. പിന്നീടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അതും ഈ ഞാൻ അന്നേരം ഓഫീസിലില്ല. പിന്നീട് ഞാൻ അറിയുന്നു, ക്ലാസ് ടീച്ചറിനോട് സാറിനോട് കാര്യങ്ങൾ തിരക്കുന്നു. ഇനി അടുത്തവർ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇവിടെ CCTV ദൃശ്യങ്ങൾ മനഃപൂർവ്വം നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് എന്താണ്? അതായത് ഈ ബാക്കിയുള്ള ഇവിടെ സിസ്റ്റം എല്ലാം ഇവിടെ ഓണാണ്. 13-ാം തീയതി ജനുവരി മാസം 13-ാം തീയതി തിങ്കളാഴ്ച ഞാൻ സ്കൂൾ ഓഫീസ് തുറന്ന് സിസ്റ്റം എല്ലാം ഓൺ ചെയ്തപ്പോൾ ഒരു TV വർക്ക് ചെയ്യുന്നില്ല. അത് കണ്ടപ്പോൾ അത് സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത ട്രാവൻകൂർ ടെലികോംസ് എന്ന് പറയുന്ന ടീമിനെ അവരെ വിളിച്ചു വരുത്തുകയും അവർ വന്ന് പരിശോധിച്ചപ്പോൾ ഒരു ടിവിയും പ്രവർത്തിക്കുന്നില്ല. ഒപ്പം തന്നെ 28 ക്യാമറകൾ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം NVR-ഉം കേടായിപ്പോയി. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റുന്ന കാര്യമാണ്. അവരെ സർവീസിന് വേണ്ടി എടുത്തുകൊണ്ട് പോയ സർട്ടിഫിക്കറ്റ് 13-ാം തീയതി ഈ TVയും NVR-ഉം സർവീസിനായിട്ട് എടുത്തുകൊണ്ട് പോയി. ഈ സംഭവം നടക്കുന്നത് 22-ാം തീയതിയാണ്. അപ്പോൾ ആ 13-ാം തീയതി മുതൽ ഈ 22-ാം തീയതി വരെയും അതിന് ശേഷവും ഈ 28 ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല. ബാക്കി ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കി ക്യാമറകളുടെ ദൃശ്യമായ എല്ലാ എല്ലാ ദൃശ്യങ്ങളും നമ്മളെടുത്ത് പോലീസിന് കൊടുത്തിട്ടുമുണ്ട്.
അപ്പോൾ ഈ കുട്ടി ഈ പറയുന്ന വരാന്തയിൽ കൂടെ നടന്നു വരുന്ന ദൃശ്യങ്ങൾ, ഇവിടെ വന്ന് ഓഫീസിന് മുമ്പിൽ വന്ന് സാറിനോട് സംസാരിച്ച് കയർത്ത് സംസാരിക്കുന്നതിൻ്റെ എല്ലാ ദൃശ്യങ്ങൾ അത് നമ്മളെടുത്ത് പോലീസിന് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഈ പറയുന്ന കുട്ടിക്ക് അടി കൊടുത്തു എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളാരും മനഃപൂർവ്വം കേടാക്കിയതല്ല. അത് എന്ന് പറഞ്ഞാൽ 22-ാം തീയതിക്കും 9 ദിവസം മുമ്പ് 13-ാം തീയതിയാണ് അത് കേടായി പോകുന്നതും അത് സർവീസിന് കൊണ്ടുപോകുന്നതും. പിന്നീട് ഈ കമ്പനിക്കാർ വിളിച്ച് പറയുന്നു അത് പഴയ സിസ്റ്റം ആയതിനാൽ അത് സർവീസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ രേഖകളെല്ലാം എൻ്റെ ഉണ്ട്. അവർക്ക് മെയിൻ കമ്പനിയിൽ നിന്ന് അയച്ചു കൊടുത്ത മെയില് എനിക്ക് ഫോർവേഡ് ചെയ്തത് ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവരോട് പറയുന്നു നിങ്ങൾ പുതിയ NVR സിസ്റ്റം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നു. അങ്ങനെ 27-ാം തീയതിയാണ് പുതിയ NVR സിസ്റ്റം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 13-ാം തീയതി മുതൽ 27-ാം തീയതി വരെ 28 ക്യാമറകൾ പ്രവർത്തിച്ചിട്ടില്ല. അതിപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ കേടാക്കിയൊന്നുമല്ല. അതിവിടെ എൻ്റെ രേഖകളുണ്ട്, പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെയും കൂടി ഈ പേരൻസ് അത് വളച്ചൊടിച്ച് മനഃപൂർവ്വമായിട്ട് നമ്മൾ അത് കേടാക്കി അതില്ലാത്ത ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് കുട്ടിയെ മർദ്ദിച്ചെന്നാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാവുന്നത്? കുട്ടി അവിടെ നിൽക്കുമ്പോഴാണ്, കുട്ടി ആരും വിളിച്ചുകൊണ്ട് പോയാൽ നിർത്തിയതല്ല, കുട്ടി അവിടെ നിൽക്കുകയാണ്. കുട്ടിയോട് ബെല്ലടിച്ചിട്ട് ക്ലാസ്സിൽ കയറായി പോകാത്തതുകൊണ്ടാണ് സാർ വന്ന് പറയുന്നത് കയറി പോകാനായിട്ട്. അപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണത്തിലുണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇതിനിടയിൽ ഈ സംഭവങ്ങൾ ഇവർ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ആദ്യത്തെ സംഭവം ഉണ്ടായ, ക്ലാസ്സിൽ വെച്ച് ഭക്ഷണം കഴിച്ചതിൽ ഉണ്ടായ സംഭവത്തിൽ ആദ്യത്തെ ടീച്ചർ, ക്ലാസ് ടീച്ചർ, ഹെഡ്മിസ്ട്രസ്, പ്രിൻസിപ്പൽ, പിന്നെ ഈ പറയുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ കേസ് കൊടുത്തു എന്ന് അറിഞ്ഞപ്പോഴാണ് ക്ലാസ് ടീച്ചർ വന്ന അടുത്ത വിഷയം എന്നോട് പറയുന്നത്. ക്ലാസ് ടീച്ചർ അതുവരെ പറയാതിരുന്ന സംഭവം ഞങ്ങൾ അറിയാതെ ടീച്ചർ തന്നെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഞങ്ങളോട് പറയുന്നത്. അതായത് ഈ കുട്ടി എന്നെ കാണാൻ വന്നപ്പോൾ ഓഫീസിൽ വന്ന് എന്നോട് സംസാരിച്ച ശൈലിയും രീതിയും, എന്നോട് ബാലാവകാശ നിയമങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്നോട് സംസാരിച്ച ശൈലിയും രീതിയും കണ്ടുകൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ പൊതുവായി എല്ലാ കുട്ടികളോടും നിർദ്ദേശം കൊടുക്കുന്നു. ബാലാവകാശ നിയമങ്ങളുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ കുട്ടികൾ മനസ്സിലായി നിങ്ങളുടെ ദൗത്യങ്ങളുമുണ്ട്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. അതായത് പേരൻസിനെ ബഹുമാനിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം, എൽഡേഴ്സിനോട് സംസാരിക്കുന്ന രീതിയും ശൈലികൾ പഠിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ടീച്ചർ പൊതുവായി പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കുട്ടി, കെവിൻ എന്ന് പറയുന്ന കുട്ടി, ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലിരുന്ന ആള് ടീച്ചറിന്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. ടീച്ചർ നേരെ പാഞ്ഞെടുത്തിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ഇനി മിണ്ടിപ്പോയേക്കരുത്, നിങ്ങൾ ഈ വിഷയം സംസാരിക്കരുതെന്ന് ടീച്ചർ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറിന്റെ കൊങ്ങായിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്. അത് ക്ലാസ്സിലെ മറ്റു കുട്ടികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്നോട് വന്ന് പറഞ്ഞു ഇത് സംഭവിച്ചത്. എന്നിട്ട് 3 കുട്ടികൾ ചേർന്നാണ് ഈ കുട്ടിയെ കൊണ്ടിരുത്തുന്നത്, ബെഞ്ച് കൊണ്ടിരുത്തുന്നത്. ടീച്ചർ വളരെ വിഷമിച്ച് ആ ക്ലാസ്സിൽ ടീച്ചറിനേറ്റ ഒരു ദുരനുഭവം, ഒരു അപമാനം എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ടീച്ചർ എന്നോടോ അഡ്മിനിസ്ട്രേഷനോടോ ഈ വിവരം ആ ദിവസങ്ങളിൽ പറഞ്ഞിട്ടില്ല. ടീച്ചർ ക്ഷമിച്ച് ആ കുട്ടിയോട് ക്ഷമിച്ച് നേരെയാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ടീച്ചർ ശ്രമിച്ചത്. അവസാനം ഇപ്പോൾ ഈ കേസ് അവർ കൊടുത്തതിന് ശേഷം ടീച്ചറിനെതിരെയും അതിനകത്ത് പരാമർശമുണ്ട്, കേസുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ടീച്ചർ ഈ സംഭവം എന്നോട് പറയുന്നത്. അപ്പോഴാണ് ഞാൻ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ തിരക്കിയപ്പോൾ അത് സത്യമാണെന്ന് കുട്ടികളും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുട്ടി അവൻ്റെ പ്രതികരണത്തിൽ അവൻ ഇങ്ങനെ വന്നു, അതിനാരാണ് കാരണക്കാർ? ഈ കുട്ടി വർഷങ്ങളായിട്ട് ഇവിടെ പഠിക്കുകയാണ്. ആ കുട്ടിയുടെ മൂത്ത സഹോദരി 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ കുട്ടികൾ ഇതുവരെ ഇവിടെ ഒരു പ്രോബ്ലവും ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടി ക്ലാസ്സിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരു ടീച്ചർ ചോദിക്കുമ്പോൾ ഈ കുട്ടി ഉണ്ടാകുന്ന പ്രതികരണത്തിലേക്ക് ബാലാവകാശ നിയമങ്ങൾ പഠിപ്പിച്ച് വിട്ട് അതിനെ ഇങ്ങനൊരു പരുവത്തിലേക്ക് ആക്കി വിട്ടത് ആരാണ്? ടീച്ചേഴ്സാണോ? ടീച്ചേഴ്സിനെ ഇങ്ങനെ പ്രതികരിക്കാൻ പഠിപ്പിച്ചത് ടീച്ചേഴ്സാണോ? അപ്പോൾ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് മാതാപിതാക്കളാണ്. അപ്പം അവര് ഈ മാതാപിതാക്കൾ ആ കുട്ടിയെ അപ്രകാരം വല്ലാതെ ദ്രോഹിക്കുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്. ഈ കുട്ടി നല്ലൊരു കുട്ടി, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ അവനെ തെറ്റായ നിയമങ്ങളും ശൈലികളും പറഞ്ഞ് പഠിപ്പിച്ച് ഏതിനോട് പ്രതികരിക്കണമെന്ന് പഠിപ്പിച്ച് ആരോടൊന്നില്ലാതെ എങ്ങനെയും പ്രതികരിക്കാവുന്ന ശൈലിയിലേക്ക് അവനെ കൊണ്ടെത്തിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. ഞങ്ങൾ ആ കുട്ടി ഒരു തരത്തിൽ മാറ്റി നിർത്തിയിട്ടില്ല. ആ കുട്ടിക്ക് അതിനുശേഷം ക്ലാസ്സിൽ വന്നപ്പോഴൊക്കെ എല്ലാ തരത്തിലും ആ കുട്ടിക്കോട് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനിയും അവർ ഫീസ് അടയ്ക്കത്തില്ലെന്ന് പറഞ്ഞു, ഇതുവരെ അവരെ നിർബന്ധിച്ചിട്ടില്ല, അവർ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും ഈ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല.
ഇത് മനഃപൂർവ്വമായിട്ട് എൻ്റെ അടുത്തൊരു ചോദ്യം, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ വഷളനാക്കിയിട്ട് എനിക്ക് എന്തോ സാധിക്കാനാണ്? ഇവർ പേരൻസ് ആരോപിക്കും ഞങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് എന്താണ് നേട്ടം? ഒരു കുട്ടിയെ, ഒരു കുടുംബത്തെ ഗൂഢാലോചനയിലൂടെ അവർ കുഴപ്പക്കാരാണ് പറഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിന് എന്ത് നേട്ടമാണുള്ളത്? അത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. സ്കൂളിലെ ഞങ്ങൾ എങ്ങനെയും കുട്ടികളെ ഇവിടെ ഏറ്റവും നന്നാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവൻ കുഴപ്പക്കാരനാണെന്ന് പറയുമോ? നമ്മുടെ സ്കൂളിലൊരു കുട്ടി കുഴപ്പക്കാരനാണ് നമ്മൾ തന്നെ പറയുമോ? അതെവിടുത്തെ ന്യായമാണ്? എന്ത് ന്യായമാണ്? അപ്പോൾ അവരാരോപിക്കുന്ന ആരോപണം ഞങ്ങളെല്ലാം കൂടെ ഗൂഢാലോചന നടത്തിയിട്ട് അവനെ ധിക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നു, അവനെ കുഴപ്പക്കാരനായിട്ട് ചിത്രീകരിക്കുന്നു എന്നാണ്. അധ്യാപകർ ഗുണ്ടകളാണെന്ന് പറയുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും അദ്ദേഹം ഞങ്ങളുടെ അധ്യാപകരെ അഭിസംബോധന ചെയ്തത് ഓരോ സാറന്മാരുടെ പേര് പറഞ്ഞത് ഗുണ്ടകളെന്നാണ്. മദൻ ഗുണ്ട, ഷൈജു ഗുണ്ട, ഇങ്ങനെയുള്ള പരാമർശമാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷൻ നടത്തിയത്. അദ്ദേഹം എന്നെ വിളിക്കുന്നത് ക്രിമിനൽ എന്നാണ്. അപ്പം അങ്ങനെ വിളിക്കുന്നൊരു പേരൻ്റ്, അങ്ങനെ സംസാരിക്കുന്ന ഒരു പേരൻ്റ് ഇതിനോട് നമ്മളെങ്ങനെയാണ്? ഇനിയും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഇവിടെ അന്വേഷണത്തിൽ വന്ന സാറ് ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളിത് പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നിങ്ങൾ അങ്ങോട്ട് ആ കുടുംബത്തോട് എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇതിന് റിപ്പോർട്ടേഴ്സ് വന്ന് എന്നോട് പറഞ്ഞപ്പോഴും അവർ പറയുന്ന ഇതാണ്, അവർ പേരൻസ് പറയുന്നു സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിൽ അവരെ അപ്രോച്ച് ചെയ്തില്ലെന്ന് പറയുന്നു. ഞാൻ ഈ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അതായത് 2 പ്രാവശ്യം ഞാൻ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു ഇവരെ കാണാൻ. ആദ്യത്തെ സംഭവം നടന്നപ്പോൾ ഞാൻ കുട്ടിയോട് നേരിട്ട് പറഞ്ഞു, ഹെഡ്മിസ്ട്രസ് വഴിയായിട്ട് പേരൻസിനോട് നേരിട്ട് പറഞ്ഞു എന്നെ വന്ന് കാണാൻ, വന്ന് സംസാരിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ. അതവർ തുനിഞ്ഞില്ല, ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. ഈ അവസാനത്തെ വിഷയം, അടി നടന്നു പറയുന്ന വിഷയം നടന്നപ്പോൾ ഞാൻ അവരുടെ വീടിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറയുന്നു, അങ്ങോട്ട് ചെന്ന് വീട്ടിൽ സംസാരിക്കാമെന്ന് പറയുന്നു വിഷയം പരിഹരിക്കാൻ. അവരെ എനിക്ക് നേരെ കഥ അടക്കുകയാണ് ചെയ്തത്. എന്നെ അവർ സ്വീകരിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തില്ല, ഞങ്ങൾ അങ്ങോട്ട് താല്പര്യം കാണിച്ചില്ല, ചെന്നില്ല എന്ന് പറഞ്ഞ എന്തർത്ഥമാണുള്ളത്? ഇതിനേക്കാൾ ഇത്രയും കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തിട്ട് പോലും അതിനെ തെറ്റായി വളച്ചൊടിക്കുന്ന ഒരു സമീപനമാണ് അവർ ഇതുവരെയും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും അവരോട് വിഷമമില്ല, ദേഷ്യമില്ല. ആ കുട്ടികൾ, മൂത്ത കുട്ടി ഇപ്പോൾ ഇവിടെ നിന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇളയ കുട്ടിക്കും ഇപ്പോഴും ഇവിടെ കടന്നു വരാമെന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഇവിടെ അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഞങ്ങൾ ഈ അധ്യാപകർ ആരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. അതല്ല ഇതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ട് അറിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഇവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഈ ടീച്ചേഴ്സിൻ്റെ മണ്ടയ്ക്ക് ആരോപിക്കരുത് എന്ന് ഞങ്ങൾ പറയാനുള്ളത്. അവർ മറ്റേതെങ്കിലും പ്രേരണയാലോ ഈ സ്കൂളിനെ അവമാനപ്പെടുത്തുവാനായിട്ട്, സ്കൂളിൻ്റെ നല്ല പേരിനെ നശിപ്പിക്കാനായിട്ടൊരു ചിന്തയാണെങ്കിൽ അത് പാടില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 85 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണിത്. വളരെ കാലമായിട്ട്, വർഷങ്ങളായിട്ട് ഒത്തിരിയേറെ ലക്ഷങ്ങൾ കണക്കിന് കുട്ടികളോട് പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്. ഇന്നും ഇപ്പോഴും പേരൻസ് ഇത്രയധികം കുട്ടികളെ ഇവിടെ വിടാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അച്ചടക്കം തന്നെ കാര്യം. 10,000-ഓളം കുട്ടികളോട് പഠിച്ചിറങ്ങി പോകുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഇവിടുത്തെ അച്ചടക്കം തന്നെയാണ്, ഇവിടുത്തെ പഠന രീതികൾ തന്നെയാണ്, ഇവിടുത്തെ ടീച്ചേഴ്സ് കൊടുക്കുന്ന കെയർ തന്നെയാണ്. ഇപ്പോൾ ഈ പേരൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കുട്ടി ഇവിടെ തന്നെ പഠിക്കണമെന്നാണ്. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. അപ്പം അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ആരോണ്ട് പരാമർശിച്ചു, ഇവിടെ പണ്ട് മുതലേ ഇങ്ങനെയാണെന്ന്, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന്. അങ്ങനെ പണ്ട് മുതലേ ഇവിടെ വഷളായിട്ടുള്ള അധ്യാപകരും കുഴപ്പക്കാരോട് സ്കൂളായിരുന്നെങ്കിൽ എന്നിട്ട് ഈ പേരൻ്റ് ഇവിടെ കുട്ടികളെ കൊണ്ട് ചേർത്തല്ലോ. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായ ധാരണയും തെറ്റായൊരു പ്രസ്താവനയല്ലേ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരധ്യാപകനും ഒരു കുട്ടിയെയും നശിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യാറില്ല. ഒരു കുട്ടിക്ക് ഒരടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ഈ കുട്ടികളെല്ലാം ഞങ്ങളുടെ കുട്ടികളാണ്. പേരൻസ് വിശ്വസ്തയോട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ആ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇനിയും അത് കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാവും പറഞ്ഞത് പ്രകാരം വലിയ രീതിയിലുള്ള ഒരു അതിക്രമമാണ് ഈ ഒരു വിദ്യാർത്ഥിക്കെതിരെ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതേസമയം തന്നെ
സ്കൂളിൻ്റെ വിശദീകരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിലുള്ളൊരു മർദ്ദന രീതി നടന്നിട്ടില്ല എന്നാണ്, ഒരു ശാസനയാണ് നടന്നിരിക്കുന്നത് എന്നതാണ്. എന്തായാലും ഈ കുട്ടിയുടെ കുടുംബം ഇപ്പോൾ നിയമപരമായി നീങ്ങുകയാണ് എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ കുട്ടിയുടെ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ അധ്യാപകനെതിരെ നിയമ നടപടി കൃത്യമായി സ്വീകരിക്കണം എന്നാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.